നമ്മളൊരു വീഡിയോ കാണുമ്പോൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയോ എഡിറ്റിങ്ങോ ഒന്നുമല്ല നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. നമ്മളതിൽ കാണുന്ന കളേഴ്സ്, അതിൻ്റെ എഫക്ട്സ് കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ നമ്മളൊരു ട്രാൻസിഷനെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ടോൺ പേപ്പർ ട്രാൻസിഷൻ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മളുടെ സ്ഥിരം സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ഞാനത് 3 വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടോൺ പേപ്പർ എന്നുള്ളൊരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഫൂട്ടേജ് ആഡ് ചെയ്തിട്ടുണ്ട്. 3 ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നേരെ ടൈം ലൈനിലേക്ക് വരുന്നു, ടൈം ലൈൻ ഓപ്പൺ ആക്കുന്നു. ഓക്കെ, ടൈം ലൈൻ ഇവിടെ വന്നു, നിങ്ങൾ കണ്ടില്ലേ? ഓക്കെ, നമ്മൾ ടൈം ലൈൻ ആക്റ്റീവ് ആയി. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ഫൂട്ടേജ് വലിച്ചിടണം. ഓക്കെ, ഇതെല്ലാം 24 ഷൂട്ട് ചെയ്തേക്കുന്നത്. 24 കണ്ടെയ്നർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് പ്ലേ ബാക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് വേണ്ട ഭാഗങ്ങൾ എനിക്കിത് ഈ ഫുഡ് സ്റ്റെപ്പിൻ്റെ ഇവിടുന്ന് ഇന്നടിച്ചു, ഞാൻ ഔട്ട് അടിച്ചു, ഇവിടെ വരെ മതി. ഞാൻ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്തു. ഈ ഫൂട്ടേജിലേക്കാണ് എനിക്ക് അടുത്ത ട്രാൻസിഷൻ വേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്തുള്ള ഫൂട്ടേജ് ആണ്. നമുക്ക് പുറത്തുനിന്ന് ഫൂട്ടേജ് യൂസ് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് കിട്ടും. സോ നമുക്ക് നമ്മുടെ ഫൂട്ടേജ് തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, അതേപോലെ അതും ഞാൻ വലിച്ചിട്ടു, കുറച്ചുകൂടി ലെങ്ത് ചെയ്ത് വെച്ചു. 3ാമതൊരെണ്ണം കൂടി ഞാൻ എന്ത് ചെയ്യുന്നു, സെയിം തിങ് ഞാൻ എന്ത് ചെയ്യുന്നത്, അത് ഞാൻ വലിച്ചിട്ടു. ഓക്കെ, ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ട്രാൻസിഷൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുക, ഒരു പ്ലഗിൻ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ട്രിക്കല്ല. പ്ലഗിനുകളും കിട്ടാനുണ്ട്, ബട്ട് ഇത് നമ്മൾ പ്ലഗിൻ വെച്ചിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫൂട്ടേജ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അസറ്റിനകത്തേക്ക് ഒരു ഫൂട്ടേജ് ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ഗ്രീൻ സ്ക്രീൻ ഫൂട്ടേജ് കണ്ടോ, ഇത് നിങ്ങൾ നോക്കി കണ്ടില്ലേ? ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്താൽ എന്ത് പറ്റും, അത് ഇവിടെ വരും. നിങ്ങൾക്ക് കാണാം, കണ്ടോ ട്രാൻസിഷൻ കണ്ടില്ലേ, കണ്ടോ ഇതിനകത്ത് കുറേ ട്രാൻസിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വരും. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇഷ്ടത്തിലേക്ക് അത് മാറ്റാൻ പോകണം. കണ്ടില്ലേ, ഈ ഒരു ട്രാൻസിഷനാണ് വേണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇന്നടിച്ചു, എനിക്ക് ഇവിടെ നിന്നാണ് ഇത്രയാണ് വേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് ഈ ട്രാൻസിഷൻ കൂടി വേണം. ഓക്കെ, ഞാൻ അതുകൊണ്ട് ഓടിച്ചു, ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വലിച്ചിട്ടു. ശരി, എന്ത് ചെയ്യുന്നു, നമുക്കറിയാം ഈ ക്ലിപ്പ് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇവിടെ തീർന്നിട്ട് ഇവിടെ നിന്ന് അടുത്ത ക്ലിപ്പ് സ്റ്റാർട്ട് ആവണം. ശരിയല്ലേ? നമുക്ക് ഏകദേശം ഈ ഭാഗത്ത് നിന്ന് വേണം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ഏകദേശം എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നേരെ ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് വെക്കാം. കണ്ടില്ലേ, ഈ ഫ്രെയിം ഫിറ്റ് ആണെന്ന് നോക്കാം. ഇതൊരു പ്രോപ്പർ ഫയലാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ടൈം ലൈൻ കുറച്ച് സൂം ചെയ്ത് വെച്ചു. ശരി, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കി, കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കണ്ടോ ഈ ട്രാൻസിഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കി വെക്കുകയാണ്. കണ്ടോ, അപ്പോൾ എന്താ സംഭവിക്കാൻ നോക്കിയാൽ, ഇത് ഇവിടുന്ന് കട്ടായിട്ട് ഇതിലോട്ട് പോയി അപ്പോൾ തന്നെ അടുത്തൊരു ഓപ്പണിങ് വരുന്നു. കണ്ടോ? ഓക്കെ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇത് വന്നു, ഇവിടുന്ന് ഗ്രീനിൽ കയറി ഇപ്പോൾ അതൊക്കെ അത് കട്ടായി. കണ്ടോ, അടുത്ത ട്രാൻസിഷൻ വന്നു. കണ്ടില്ലേ? അപ്പോൾ ഈ ഗ്രീൻ പോർഷനിലായിരിക്കും എന്തുണ്ടാവുക, നമ്മുടെ ഫൂട്ടേജ് വരാനുള്ള ചാൻസ് ഉണ്ടാവുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ, ഇങ്ങനെ ട്രാൻസിഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഗ്രീൻ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇഫക്ട്സിൽ പോവാം. ഇഫക്ട്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി, നമ്മളവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക അൾട്രാ കീ. ഓക്കെ, അൾട്രാ കീ കൊടുത്തു, ജസ്റ്റ് എന്ത് ചെയ്യണം, ഇതിലേക്ക് വലിച്ചിട്ടു. അപ്പോൾ നമുക്കറിയാം എന്ത് എഫക്ട്സ് ഇട്ടാലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒരു ക്ലിപ്പിൻ്റെ നമ്മുടെ കൺട്രോൾസ് എവിടെ ഉള്ളത്, എഫക്ട്സ് കൺട്രോൾസ് ഡ്രാഗ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. കണ്ടില്ലേ, അൾട്രാ കീ എന്നുകൊണ്ട് കിടപ്പുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഐ ഡ്രോപ്പർ ഉണ്ടാവും. കണ്ടില്ലേ, അത് നമ്മുടെ തന്നെ കളേഴ്സ് ഉണ്ടാവും. നമുക്ക് മാനുവലി കളേഴ്സ് ക്ലിക്ക് ചെയ്താൽ മാനുവലി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രീൻ്റെ അടുത്ത് കൊണ്ടു വെച്ചിട്ട് നോക്കി ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ കണ്ടോ അത് പോയി. അപ്പോൾ എന്താ സംഭവിക്കണം നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾ നോക്കിക്കോ. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വന്നാൽ കണ്ടോ, ഇതിൽ നിന്ന് പോയി മറ്റേ ഫൂട്ടേജിലേക്ക് വന്നു. ഓക്കെ, അത് കുറച്ച് സ്പീഡാക്കാം. ഇത് ഭയങ്കര സ്ലോ ആണ്. ഇത് കുറച്ചൊരു 180 സ്പീഡിലോട്ട് മാറ്റി ഞാൻ കുറച്ച് ഇങ്ങനെ ഇറക്കി വെച്ചു ഒരു മയത്തിന്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. കണ്ടോ, ഇപ്പോൾ ട്രാൻസിഷൻ വന്നുണ്ടോ, സിമ്പിളായിട്ട് നോക്കി കണ്ടോ, വന്നു ട്രാൻസിഷൻ വന്നു. കണ്ടോ, സിമ്പിളി നമുക്ക് ആ ട്രാൻസിഷൻ കിട്ടി. കണ്ടോ, ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെയിം തിങ് നമുക്ക് ഈ ഫൂട്ടേജിലേക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിടാം. സെയിം തിങ് ഇവിടെ സംഭവിക്കും. കണ്ടോ, അപ്പോൾ നിങ്ങൾ നോക്കി, നമുക്ക് സിമ്പിളായിട്ട് ഒരു പേപ്പർ ടോൺ ട്രാൻസിഷൻ കിട്ടി. കണ്ടോ, സോ നമുക്ക് ഈസി ആയിട്ട് കണ്ടില്ലേ ഇതേപോലെ ട്രാൻസിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.